ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന മീൻ നമ്മൾ മാന്തൾ എന്ന് പറയും. ഇത് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാനിത് മുറിച്ച് ലെവലാക്കിയിട്ട് നമുക്ക് ഫ്രൈ ആക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ട് സൈഡും കട്ട് ചെയ്ത് തോല് പൊളിക്കണം. തോല് പൊളിച്ച് കഴിഞ്ഞാൽ തന്നെ ഗംഭീരമായിട്ട് തോല് പൊളിച്ചിട്ട് പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കാൻ എളുപ്പത്തിൽ പൊരിക്കാനെല്ലാം പറ്റുന്ന മീനായത്. നിങ്ങളുടെ നാട്ടിൽ എന്നാ ഇതിന് പേര് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിതിന് മാന്തൾ എന്ന് പറയും. നിങ്ങളിപ്പോൾ ഇതിനെന്താ പേരുണ്ടെങ്കിൽ കമൻറ്റിലിട്. അപ്പോൾ ഇത് കണ്ട ഇതൊരു 3 പീസാണുള്ളത്. 3 പീസ് മോശമില്ലാത്ത വലുപ്പത്തിലുള്ള മീനായത്. അതാ ഞാനിത് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കണ്ട ഇങ്ങനെ പൊളിച്ചെടുത്താൽ ഫുള്ള് മേലെയുള്ള തോല് മൊത്തം രണ്ട് സൈഡും പൊളിച്ച് മാറ്റണത്. പൊളിച്ച് മാറ്റിയിട്ട് കണ്ട ഇതെങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ തോല് പൊളിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്താക്കാം, കട്ട് ചെയ്തിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ തോല് പോക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ പൈപ്പ് തുറന്ന് വെള്ളം കാട്ടിയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ ബോളോ അങ്ങനത്തെ പിടിച്ച് തുണിയോ എന്തെങ്കിലും കൈ കൂട്ടി പിടിച്ചിട്ട് വലിച്ചാൽ ശരിക്ക് തോല് പൊളിഞ്ഞ് വരും. ഇത് പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ തോല് പൊളിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളമായി കൊടുത്താൽ എന്താക്കുക, പൊളിച്ചെടുക്കാൻ പറ്റും. കുറച്ച് വെള്ളം തോലിൻ്റെ മേലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് പൊളിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് എന്താക്കുക, നല്ലോണം വലിച്ചെടുക്കുക. പൊളിച്ചെടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കുക. കാരണം ഇങ്ങനെ തമ്പിനിങ്ങനെ ചെത്തി കൊടുക്കണം. എന്നാൽ ഇങ്ങനെ പോരും തോല് കിട്ടാൻ വേണ്ടിയിട്ട്. തോല് പോരും ഇങ്ങനെ വലിക്കുമ്പോൾ ഇറച്ചി കൂടുന്നതിന് നോക്കണം. ഇറച്ചി കഴിയുമ്പോൾ തന്നെ വേണം. അതിനെ കണ്ട ഈ വെള്ളത്തിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ ഇറച്ചി കൂടാണ്ട് തോല് മാത്രമേ പോരും. ചെറിയതല്ല, നാട്ടിലെ ഇതിലും ചെറിയ ചെറിയ പീസ് മീനായിട്ട് നമുക്ക് കിട്ടുക. പക്ഷേ ഏകദേശം വലിപ്പമുള്ളതുകൊണ്ട് നല്ല എളുപ്പത്തിൽ എന്താക്കാനാണെന്നുണ്ട്, പൊളിച്ചെടുക്കാനാണെന്നുണ്ട്. നല്ല സുഖത്തിൽ വേണ്ട അങ്ങനെ തുള്ളി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങ് പോകുന്നു. ഇനി നമുക്കിത് അപ്പുറത്തെ സൈഡും പൊളിച്ച് 2 എണ്ണം പൊളിച്ച് ഞാനിട്ട് ഇനി മൂന്നാമത്തതാണ്. മൂന്നാമത്തത് കണ്ട ഇത് ലേശം ചെറുപ്പമുള്ളതാണ്, മറ്റേതെല്ലാം വലിപ്പമുള്ളതാണ്. അപ്പോൾ എല്ലാം മുറിച്ച് വേറെ മീനും ഉണ്ട്. കുറേ മീൻ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഇന്നും മുറിക്കുന്നില്ല, ഇതെല്ലാം നാളേക്ക് വെക്കാം. ഇന്നിപ്പോൾ ഇത് മുറിച്ചത് കട്ട് ചെയ്ത് കഴിഞ്ഞ് 3 പീസുള്ള 3 ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇടണം. ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് നല്ലോണം ചേർക്കുക. എന്നുവെച്ചാൽ കൂടുതലായി വേണ്ട, കുറച്ചുകൂടി ഇട്ടേക്കാം. അപ്പോൾ അടുത്തത് മുളക് പൊടി എടുത്ത് മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് എന്താക്കണം, ഇതിൽ ഇത് കണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. എല്ലാം ആവശ്യത്തിനാണ്. നമുക്കറിയാമല്ലോ സുമാർ എത്ര വേണമെന്നുള്ളത്. എരിവ് വേണ്ടിയവർക്ക് മുളക് പൊടി കൂടുതലിടാം. ഞാൻ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. കുറച്ച് ഗരം മസാല ഇട്ട് ഇനി നമുക്ക് നല്ലോണം എന്താക്കുക, സൂപ്പറായിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലാ മസാലയും ചേർത്ത് ലേശം കുരുമുളക് കുറച്ച്. അപ്പോൾ ഇനി നല്ലോണം എല്ലാ മസാല ഇട്ട് ഇനി നല്ലോണം മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അവിടെ വെച്ച് ഒരു മണിക്കൂറോ അരമണിക്കൂറോ വെച്ചതിന് ശേഷം നല്ലോണം പൊരിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മീൻ നിങ്ങൾ നാട്ടിലെന്താ പേര് പറയുക വെച്ചാൽ അതിന് കമൻ്റ് ഇടുക. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പൊരിക്കും. പൊരിച്ച് കാണിക്കുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.